ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രൈസി രാഹുൽ. ക്രൈസി രാഹുൽ പഞ്ചിങ്ങായിട്ടൊക്കെ പറയണമെന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്താണ് ഇന്ന് ഞാൻ വീഡിയോ ഒന്നും റെഡിയാക്കി കൊണ്ട് വന്നിട്ടില്ല. വീഡിയോ ഒരു കണ്ടന്റ് കിട്ടിയില്ലെന്ന് പറയാം. കണ്ടന്റ് കിട്ടിയില്ല സംഭവം. ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു. ഇന്ന് ഒരു കണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ വിചാരിച്ച എന്തായാലും കണ്ടന്റ് കിട്ടാൻ എന്തെങ്കിലും വീഡിയോ പറഞ്ഞ് നമുക്ക് കണ്ടന്റ് കിട്ടാത്ത കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന വല്ല കണ്ടന്റ് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അവർക്ക് അറിയാവുന്ന ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നൊക്കെ വിചാരിച്ചാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് ജസ്റ്റ് ഫ്രീ ഫയർ ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫ്രീ ഫയർ കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാമല്ലോ, നമ്മൾ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഫ്രീ ഫയർ കളിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ജസ്റ്റ്. അപ്പോൾ ഞാനും ഫ്രീ ഫയർ ഇടയ്ക്കൊക്കെ കളിക്കാറുണ്ട്, ഇടയ്ക്കല്ല വല്ലപ്പോൾ എന്നും കളിക്കാറുണ്ട് ഗൈസ്, എന്നും കളിക്കാറുണ്ട്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ കുറേ നേരം സിനിമ കണ്ടുകൊണ്ടിരുന്നു. സിനിമ അതൊക്കെ TV കുറേ ഏതാണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു കണ്ടന്റും കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടും ഒരു കണ്ടന്റും കിട്ടുന്നില്ല. അവസാനം വിചാരിച്ച് എന്തെങ്കിലും ഞാൻ ഇന്നാളിൽ പണിഞ്ഞ പുൽക്കൂടങ്ങാണ് അതെങ്കിലും കാണിച്ചു തന്നൊരു കണ്ടന്റാക്കിയൊക്കെ ഉപയോഗിക്കാം, അതൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ സംഭവം. ഞാൻ അതൊക്കെ ഇട്ട് ഒന്ന് പൊളിക്കാം, ഞാനും പൊളിച്ച് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് സെറ്റായിട്ട് പോവാം ഗൈസ്. അപ്പം ഞാൻ പണിഞ്ഞ പുൽക്കൂടൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഞാൻ മാത്രമല്ല, ഞാനും അനിയത്തിയും കൂടാണ് പണിഞ്ഞത്. ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പണിഞ്ഞ പുൽക്കൂട് ഗൈസ്. ഞങ്ങൾ പുൽക്കൂട് പണിഞ്ഞത് വലിയ സെറ്റപ്പായിട്ടൊന്നും അല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഏതാണ്ട് പോലെ നമ്മൾ അടുത്ത ക്രിസ്മസിന് കട്ടയ്ക്കായിട്ട് പണിയാനൊക്കെ ഉദ്ദേശമുണ്ട്. ഈ ക്രിസ്മസ് പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. ഈ പുൽക്കൂട് പണിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ആദ്യമായിട്ട് 2-3 വട്ടമൊക്കെ പണിഞ്ഞിട്ടുണ്ട്, പക്ഷെ പണ്ട് പണിയാണ്. ഇപ്പോൾ സംഭവം ഒന്നും അറിയത്തില്ല. എന്നാലും കട്ടയ്ക്ക് ഏതാണ്ട് പോലൊക്കെ, പക്ഷേ വൈക്കോലൊന്നും ഇവിടെ കിട്ടാനില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ കടന്ന് പോച്ചയൊക്കെ പറിച്ച് മൊത്തത്തിൽ പോച്ചയൊക്കെ പറിച്ച് മണ്ടയ്ക്ക് കൊണ്ട് വെച്ച് സെറ്റാക്കി കൊണ്ട് വന്നിട്ടുണ്ട് സംഭവം. പക്ഷെ പോച്ചയൊക്കെയാണ് ഗൈസ് മൊത്തം, അല്ലാതെ വൈക്കോലൊന്നും സംഭവമൊന്നുമില്ല. പിന്നെ ഇത് മൊത്തം റെഡിയാക്കിയൊന്നും അത്രയ്ക്ക് സംഭവം ആക്കി മേടിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ തന്നെ കഴിഞ്ഞ എൻ്റെ അങ്ങേ വർഷം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ മേടിച്ചിവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ പട്ടിക്കൂട്ടൻ ഇവിടെ ഉണ്ട്. ഇന്ത്യവൻ പുള്ളി ഉറക്കമാണ്. എന്നത്തെ കണക്ക് ഇന്നും ഉറക്കമാണ് സംഭവം. അന്ന് കാണിച്ചപ്പോഴും ഉറക്കം, ഇന്ന് കാണിച്ചപ്പോഴും ഉറക്കം. ഇവരല്ല, വേറെ 5-6 പേരുണ്ട്. അവരൊക്കെ ജസ്റ്റ് നമ്മൾ വേറൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകണ്ട. പക്ഷേ എന്താ പറയാനാണെന്ന് പറയാം, ഒരു കണ്ടന്റും കിട്ടുന്നില്ല. എന്തെങ്കിലും കണ്ടന്റ് സ്പിന്നറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അത് പണിയാനുള്ള അടപ്പുകളൊന്നും കിട്ടിയില്ല. മറ്റേ അടപ്പ് വെച്ച് ഞാൻ പണിയുന്നത്, പക്ഷേ അതിനുള്ള അടപ്പുകളൊന്നും സെറ്റായില്ല. അതൊക്കെ കൊണ്ടുവന്നതെല്ലാം കുളവായിയൊക്കെ പോയി. എന്തായാലും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒരു ദിവസം അല്ല, എന്തായാലും ഈ ഇടയ്ക്ക് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സംഭവം എങ്ങനെയാണെന്ന് പെട്ടെന്ന് നമ്മൾ ചെയ്ത് കാണിക്കാം. പിന്നെന്താ പറയാനുള്ളത്, നാളെ ക്രിസ്മസ് ആണ്, ന്യൂ ഇയർ ക്രിസ്മസ് എല്ലാവർക്കും ആശംസകൾ ഇപ്പോഴേ തരുന്നു. നാളെ ഞാൻ ഒന്നും കൂടെ ആശംസ തരാം ഗൈസ്. അപ്പം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ആശംസയാണ് ഗൈസ് ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ അച്ഛൻ്റെ ഡ്രസ്സൊക്കെയാണ് പുറകെ കിടക്കുന്നത്, കഴുകിയിട്ടേക്കുവാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ മുടി പിടിച്ച് നോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കരിപ്പായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. മുടി എന്തിനാണ് എപ്പോഴും പിടിക്കുന്നത് ഗൈസ് എന്ന് വെച്ചാൽ മുടി മൊത്തം ഒരുമാതിരി ചുരുണ്ട് പിടിച്ചൊക്കെ ഇരിക്കും. അതിങ്ങനെ നീക്കി നേരെ ഇടാൻ വേണ്ടി നോക്കുക, പക്ഷേ ഒന്നും വർക്കാവുന്നില്ല. അതിനെന്തായാലും മുടി നീട്ടി അങ്ങനെ വെക്കാനുള്ള വല്ല വഴിയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരണേ. പിന്നെന്താണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് നമ്മളെ പൊളിച്ചടുക്കി കൊണ്ടുവരും. പൊളിച്ചെടുക്കാനല്ല, എല്ലാം ചെയ്ത് സെറ്റായിട്ട് കൂടെ നിൽക്കുക എല്ലാവരും. അവിടെ കാണുന്നതാണ് നമ്മുടെ പുൽക്കൂട്. പിന്നെന്താ പറയുന്നത്, ഇവിടെ നിന്നും പിന്നെ വേറെ ആരും വേറെ ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് വീഡിയോ അപ്ലോഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് കട്ടയ്ക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, എന്ന് വെച്ചാൽ ഈ ഒരു കിടുക്കാച്ചി പുതിയൊരു ഇൻട്രോ നല്ലൊരു ഇൻട്രോ, ഞാൻ പറയുന്ന ഇൻട്രോ ഒക്കെ വലിയ ഗുമ്മില്ല, നല്ലൊരു കിടുക്കാച്ചി ഇൻട്രോ നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ വൈകാതെ തന്നെ അത് ഇൻട്രോ നമ്മൾ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ഇൻട്രോ നമ്മൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പൊളിക്കാം.